കേരളത്തിലെ കുറേ ഈ വലിയ പ്രബുദ്ധരായിട്ടുള്ള റിവ്യൂറന്മാരുണ്ട്. എല്ലാം ഈ കോക്ക് ഉൾപ്പെടെ, കോക്ക്, ഉണ്ണി വ്ളോഗ്സ്, കുറേ അവന്മാരുണ്ട്. ഒരു തിരുവനന്തപുരം കുറേ അവന്മാരുണ്ട്. തിരുവനന്തപുരം ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന പറോസ് ഭയങ്കര ഭയങ്കര പടം എന്ന് പറഞ്ഞവനവൻ. അവനത് ഭയങ്കര ബയസ്ഡാണ്. അവന് ഇഷ്ടമുള്ള ആൾക്കാരുടെയാണ് അവൻ നല്ലതെന്ന് പറയുന്നൊരു ടീം. അങ്ങനെ കുറേ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് വന്നിരുന്ന് പറഞ്ഞാണ് ഈ പുഷ്പ എന്ന് പറയുന്ന പടം തീരെ മോശമാണ്. ഒരു അല്ലു അർജുൻ്റെ പടത്തിനകത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ ആ സിനിമ എന്താ ഉദ്ദേശിക്കുന്നത്, അത് മാത്രമേ ആ സിനിമയ്ക്കകത്തുള്ളൂ. ഒരു അല്ലു അർജുൻ്റെ പടത്തിനകത്ത് എന്തോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. പുഷ്പ 1 അല്ലാതെ പുഷ്പ 1-നേക്കാളും നല്ലപോലെ ഈ പുഷ്പ 2 എടുത്തേക്കുന്നത്. 3.25 മണിക്കൂറോളം പടമുണ്ട്. ആ പടം ഒട്ടും ബോറടിപ്പിക്കാതെ. പിന്നെ ഇടയ്ക്ക് പിന്നെ ഈ പറയുന്ന പോലെ രശ്മിക മന്ദാനയുടെ കുറേ സീനുകളൊക്കെ കുറച്ച് ക്രിഞ്ചായിരുന്നു. അത് പിന്നെ സ്ഥിരം എല്ലാ തെലുങ്ക് പടത്തിലുമൊക്കെ ഇമാതിരി പരിപാടികളുള്ളതാണ്. ഒരു പുതുമയൊന്നുമല്ല. എങ്കിലും ഇതിനകത്ത് കുറവാണെന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് കുറവാണ്. ഈ പടത്തിനെക്കുറിച്ചൊക്കെയാണ് ഇവന്മാരിരുന്ന് തള്ളി മോശമാണെന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് മാർക്കോയെപ്പോലുള്ള പടങ്ങൾ ഭയങ്കര ആഘോഷിക്കുകയാണ്. ആ പടം ഭയങ്കര പടമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ആഘോഷിച്ചു ഇവന്മാർ. പേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇവന്മാർ പേടിച്ചിട്ടാണ്. ഇവന്മാരിപ്പം കൃത്യമായിട്ട് ചൊറിഞ്ഞോണ്ട് നടക്കുന്ന മോഹൻലാലിനെ മാത്രമേ ഉള്ളൂ. മോഹൻലാലിൻ്റെ പിന്നെ പടങ്ങളും കൊള്ളത്തില്ല, അത് വേറൊരു കാര്യം. മോഹൻലാലിനെ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് വിമർശിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ഫാൻസ് ഇപ്പോൾ വീക്കാണ്. അതുകൊണ്ടായിരിക്കാം പുള്ളി ഇങ്ങനത്തെ ഈ മോശം സിനിമകൾ ചെയ്ത് പുള്ളി അങ്ങ് ഒരു എന്ത് പറയുന്നത്, ഒരു കോമഡി പീസായിട്ട് അങ്ങ് മാറി. അല്ലാതെ പിന്നെ എന്തുവാ, അല്ലാതെ പിന്നെ പറഞ്ഞ ഈ കഴിഞ്ഞിടയ്ക്ക് ഇവർ പറഞ്ഞ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പടം എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു 10-40 മിനിറ്റ് എങ്ങാണ്ട് കുറച്ച് എൻഗേജിങ്. അത് കഴിഞ്ഞിട്ട് പടം തീരെ ബോറടിപ്പിച്ചു. ഒരു വല്ലാത്തൊരു സിനിമ, ഒരു സുഖമില്ലാത്തൊരു പടം. എന്നാൽ സത്യം പറഞ്ഞാൽ നാരദൻ എന്നൊക്കെയുള്ള പടം തിയേറ്ററിലൊക്കെ ഓടാത്ത പടമാണ്. ആ പടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടം. എന്ന് വെച്ചാൽ മോശം സിനിമയൊന്നുമല്ല. ആഷിഖ് കപൂറിൻ്റെ ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ റൈഫിൾ ക്ലബിനേക്കാളും കൊള്ളാം അപ്പോൾ സിനിമ. റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ലീനിയറായിട്ട് പറഞ്ഞു പോകുന്നൊരു പടം. ഒരു ത്രില്ലില്ല, ഒരു സുഖമില്ലാതെ. ഇടയ്ക്ക് ആ വാണി വിശ്വനാഥും ഹനുമാൻ കൈൻഡും മാത്രമാണ് അതിനകത്ത് എടുത്ത് പറയാവുന്നതുകൊണ്ട്. അല്ല, ഒന്നുമില്ലാത്തൊരു സിനിമയാണ്. ഇതിനൊക്കെ ഇവന്മാർ പൊക്കി അടിച്ചതാണ്. ഭയങ്കര ക്ലാസ്സാണ്, മാസാണെന്ന് പറഞ്ഞ് പൊക്കി അടിച്ചാണ്. അതൊക്കെ പോട്ടെ, റൈഫിൾ ക്ലബ്ബ് പിന്നെയും പോട്ടെ. ഈ മാർക്കോയെ പൊക്കി അടിച്ചതാണ്. ഇത്ര ഒരു കോമാളിപ്പടം, കുറേ വയലൻസ് ഉണ്ട്. വയലൻസിന് വേണ്ടി മാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലാതൊന്നുമില്ല. അവസാനം കുറച്ച് വയലൻസ് കാണിക്കണം, മാക്സിമം അത് കാണിക്കണം. അത് മാത്രമായിരുന്നു അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ പടച്ചു വെച്ച് ചുമ്മാ ഒരു തല്ലിപ്പൊളി കഥ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയതിനെ അതിലൂടെ ഭയങ്കര ആഘോഷിച്ചു. ഇപ്പം അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയുള്ളവന്മാരാണ് ഈ പുഷ്പ എന്ന് പറയുന്നത്. പുഷ്പയ്ക്കകത്ത് എന്താ പടത്തിന് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ അല്ലു അർജുൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഈ കണ്ട പടത്തിനേക്കാളൊക്കെ ഭേദപ്പെട്ടൊരു പടമായത്. അല്ലു അർജുൻ്റെ പടത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? കുറേ ലോജിക്കില്ലാത്ത സ്റ്റണ്ട് കാണും, ലോജിക്കില്ലാത്തൊരു കഥ കാണും. അതൊക്കെ വളരെ രീതിയിൽ കളർഫുള്ളായിട്ട് ഭയങ്കര പൈസയൊക്കെ മുടക്കി വലിയ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പടം. അതാണ് ആ സിനിമ. ഒരു പ്രേക്ഷകനെന്ന രീതിയിൽ അതൊക്കെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിയേറ്ററിലൊന്നുമല്ല കണ്ടത്, OTT വന്നു കഴിഞ്ഞ് ഈ അടുത്ത ദിവസമാണ് കണ്ടത്. ഇവന്മാരെയൊക്കെ കാരണം ഈ അന്യഭാഷ ചിത്രങ്ങളെ പറഞ്ഞ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൊഡ്യൂസർമാർ ഇവന്മാരെ തല്ലത്തില്ലല്ലോ. ഇവിടെ ഉള്ളവന്മാരെ ചൊറിയാൻ ഇച്ചിരി പേടിയാണ്. കാരണം ഇച്ചിരി പേടിപ്പിച്ചു, കോരത്തന്മാരെ ഇച്ചിരി പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവന്മാരെ ശരിക്കും പേടിപ്പിക്കണം. ഇവന്മാരത്ര നല്ല റിവ്യൂ അല്ലേ. ഇവന്മാർ ചുമ്മാ എന്ത് പറയുന്നത്, ഇവന്മാർ ചിലപ്പോൾ ഒരു മോശം മൂഡിലായിരിക്കും ചെന്നിരുന്ന് പടം കാണുന്നത്. അപ്പോൾ അമ്മമാർക്ക് ആ പടം ഇഷ്ടപ്പെടുന്നില്ല, വന്നിരുന്നിട്ട് കൊള്ളത്തില്ലെന്ന് പറയുവാണ്. അപ്പോൾ കുറേ ആൾക്കാരത് കേട്ടുകൊണ്ട് അതിൻ്റെ കുറേ അവന്മാരുടെ കൊടി പിടിച്ച് ഇവന്മാരുടെ ഫാൻസാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ചുമ്മാ ഒരു യോഗ്യതയില്ലാത്തവന്മാർ. പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് പുതിയ റിവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആളുടെ ചാനലിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. പുള്ളി ക്രിക്കറ്റിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ ആൾ വളരെ മാന്യമായ ഒരു റിവ്യൂ ആണ് പുള്ളി ഇടുന്നത്. പുള്ളിയുടെ എന്താ പറയുന്നത്, വിശ്വസിക്കാൻ പറ്റുന്ന റിവ്യൂ ആണ്. അതുപോലെ മലയാള സിനിമയെക്കുറിച്ചുള്ള യഥാർത്ഥ അഭിപ്രായം അറിയണമെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ബ്ലൂ സട്ടൈമാറിൻ്റെ റിവ്യൂ കാണും. അയാൾ കൃത്യമായിട്ട് മലയാള സിനിമയെക്കുറിച്ച് റിവ്യൂ ഇടുന്നുണ്ട്. ഇവിടെയുള്ള ഒരുത്തനും പറയുന്നില്ല. യാതൊരു എന്തൊരു എസ്തെറ്റിക് സെൻസും ഇല്ലാത്ത കുറേ ശവന്നാറികളുണ്ട്.